Watch full episodes on Jio Hotstar. ശിവ, നീ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാനിപ്പോ 3 ഭയങ്കര ഗുണ്ടകളെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. വേഗം വന്നേ. ശരി ലേഡി സിംഗ് സാർ, ഞാൻ ഉടനെ എത്താം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. അല്ല ലേഡി സിംഗ് സാർ, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? അത് ഇപ്പൊ എന്റെ അടുത്ത് ഒരു കാക്ക പറന്നോണ്ടിരിക്കണ്ട്. പിന്നെ മേഘങ്ങളും കാണുന്നുണ്ട്. എവിടെയാണെന്ന് പറ. ആകാശത്താണോ ഉള്ളത് ഇപ്പോ? അത് ഞാനിപ്പോ എങ്ങനെ ആകാശത്തിലേക്ക് എത്തിയത്? ശിവാ, രക്ഷിക്കണേ. ലേഡി സിംഗ് സാർ, ഞാൻ വന്നോണ്ടിരിക്കാം. ഇപ്പൊ എവിടെയാ ഉള്ളത്? അതെ, നമ്മുടെ നാഷണൽ ഹൈവേന്റെ അടുത്തൊരു വലിയ പില്ലർ ഉണ്ടല്ലോ. ഞാനിപ്പോ അവിടെയാണ്. ഒന്ന് വേഗം വന്നേ. കുട്ടി, നിനക്കിവിടെ എന്താ കാര്യം? പറ, വേഗം പോവാൻ നോക്കാം ഇവിടുന്ന്. അങ്കിൾ, കുട്ടിയെന്ന് വിളിക്കരുത്. ശിവ, ശിവ എന്ന എന്റെ പേര്. ആണോ? ഓ, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ സീക്രട്ട് എങ്ങാനും ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഈ ജോണി കാരണം ഉണ്ടായ അറിയോ? ഓയ്, എന്നെന്തിനാ കുറ്റം പറയുന്നത്? നിന്റെ തെല്ലിൽ അഭിനയം മാത്രമേ ഉള്ളൂ. സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞ് എന്റെ പ്രിക്കോഷന്റെ ഹീറോ ആയിട്ട് പല സ്ഥലത്ത് കറങ്ങി നടക്കുക നീ. ഇതുകൊണ്ടാ ആ ഇന്റലിജൻസിന്റെ ആൾക്കാര് നിന്നെ കാണാൻ ഇടയായത്. സിനിമ അഭിനയിക്കുന്നത് എനിക്ക് മാത്രമല്ല, നിനക്കും അല്ലേ ആഗ്രഹം. എന്തൊക്കെ ആയാലും നിനക്കറിയില്ല എന്റെ ടാലന്റ് എന്താന്ന്. ഇവന്റെ ഒരു തോന്നിയാസം. കാര്യം പറയുമ്പോ വേഷം കിട്ട് കാണിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? അതെ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നേ? നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടാക്കി ആ ന്യൂക്ലിയർ സീക്രട്ട് നമ്മൾ അടിച്ചു മാറ്റിയിരിക്കണം. രണ്ടുപേരും ഒന്ന് ആലോചിക്കേ. ഈ കാണുന്ന 3 പേരെ ഓയിൽ കമ്പനിയുടെ അടുത്ത് സംശയാസ്പദമായി കാണുവാനിടയായി. പോലീസ് ഈ സംഭവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ലേ, നമ്മുടെ ഫോട്ടോ ടിവിയിൽ പോലെ വന്നു. നമുക്കിനി മുറിയിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന തോന്നുന്നില്ലടേ. ഇനി ഈ റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? പിന്നെ പെണ്ണുങ്ങളുടെ വേഷം ഇട്ടിട്ടാണോ പോവാന്ന് പറയുന്നത്? അത് നല്ല ഐഡിയ ആണ്. നമ്മൾ ഇനി പെൺവേഷം കെട്ടി വേണം നടക്കാൻ. ഇല്ല ഇല്ല, ഞാൻ പെൺവേഷം കെട്ടുകയില്ല. ഇതല്ലാതെ വേറെ വഴിയില്ല. കാരണം നമ്മൾ ഈ ജോലിക്ക് വേണ്ടി ഒരു ഇന്റർനാഷണൽ ഡോണിന്റെ കയ്യിൽ നിന്നും 10 കോടി രൂപ ഓൾറെഡി മേടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പെൺവേഷം കെട്ടി തന്നെ പോകും. എന്റെ ക്യാരക്ടർ എന്താണ്? എടാ, നീ ഒരു ഊമ പെണ്ണായിട്ട് അഭിനയിച്ചാ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു ഡയലോഗ് പോലും പറയരുത്. മുണ്ടാതെ നിന്നോളണം. അവര് അവിടെ എന്ത് മോഷ്ടിക്കാനായിരിക്കും വന്നത്? ഓയിൽ ടാങ്ക് കമ്പനിയില് എന്തായിരിക്കും സീക്രറ്റ് ഉള്ളത്? വരൂ, നമുക്ക് ലേഡി സിംഗ് സാറുമായിട്ട് അവിടെ ചെന്നൊന്ന് നോക്കിയാലോ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. ലഡ്ഡു സിംഗിന്റെ ഈ പേര് വെറുതെ അല്ലല്ലോ ഫേമസ് ആയത്, അല്ലേ? നിക്കൂ, വണ്ടി നിർത്തൂ. പാസ് കാണിക്കേ. ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. നിൽക്കൂ. നിക്കോ, പാസ് കാണിച്ചേ. ഓക്കെ, പോവാം. റോബോട്ട് ബി കൊണ്ട് ചുറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്ന് പെണ്ണുങ്ങള് ഡയറക്ഷൻ മാറി എന്താ പോയത്? വരൂ, നമുക്ക് പോയി നോക്കിയാലോ.
ഈ ഡോറാണ്, വേഗം കട്ട് ചെയ്യേ. ജോണി, നമ്മൾ അകത്തേക്കൊന്ന് ഭാഗം നീ നോക്കിക്കൊണ്ട് നിൽക്കണം. ആരെങ്കിലും വന്നാൽ ഉടനെ അറിയിക്കണം കേട്ടോ. ശിവ, ഇത് കണ്ടോ? ഇങ്ങോട്ട് വന്നേ. ഈ ടാങ്ക് വാൾ ഇവിടെ കട്ട് ചെയ്തിരിക്കുവാണ്. അവര് തീർച്ചയായിട്ടും ഇവിടെ കാണും. വരും, നമുക്ക് നോക്കാം. നീ ഒന്ന് ബഹളം വെക്കാതിരിക്കോ എന്റെ ഇഷ്ട. അങ്കിൾ, ഡൗൺലോഡ് നിർത്താൻ നോക്ക്. എന്നിട്ട് പറയൂ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്. ഇത് ന്യൂക്ലിയർ സർവീസിന്റെ ഓഫീസാണ് ശിവ. ഇവര് ന്യൂക്ലിയർ സീക്രട്ട് ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കുക. ജോണി, എന്തുകൊണ്ടാടാ നീ പറയാതിരുന്നേ? ഇവരകത്ത് വന്നത് കണ്ടില്ലേ? ഞാൻ ഒച്ചയിട്ട് നിങ്ങൾ കേട്ടില്ലേ? ഉമ്മ പെണ്ണിയുടെ റോളല്ലേ എനിക്ക് തന്നെ. അപ്പൊ ഇങ്ങനെയല്ലേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓഹോ, ഈ കോന്തനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യാ? ഇങ്ങോട്ട് നോക്കൂ കുട്ടി, ആ ഇൻസ്പെക്ടറിനെയും വിളിച്ചിട്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഇതത്ര ശരിയാവുന്നു നോക്കണ്ട. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. വാ, നമുക്ക് പോകാം. നമ്മുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇവനെങ്ങോട്ടേക്ക് പോകുന്നത്? അങ്കിൾ, ഓടിപ്പോയുള്ള വഴിയൊന്നും ഇല്ലല്ലോ. ജോണി, നീ എന്തിനീ മുകളിലേക്ക് വന്ന പറ. ചോദിച്ചിട്ടെന്താ മിണ്ടാതെ നിൽക്കുന്നേ? എന്ത് വേഷം കെട്ടാടാ? മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ലേ നിനക്ക്? അപ്പുറത്ത് നിന്ന് ആർമിക്കാർ ഇങ്ങോട്ട് വരുന്നെന്നാ ഞാൻ പറഞ്ഞ. അറിയാതെക്ക് ഞാൻ മുകളിലേക്ക് വന്നു പോയി. ആദ്യം ഞാൻ ഉമ്മ പെണ്ണായി അഭിനയിക്കാൻ പറഞ്ഞു. ഇപ്പൊ ചോദിക്കുന്നു ഡയലോഗ് എന്തുകൊണ്ടാ പറയാത്തതെന്ന്. എന്റെ അമ്മോ, ഈ മരം കൊണ്ടിനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ ജോണി, നീ എന്തിനാ ഇവിടെ കുന്തം വിഴിക്കുന്ന പോലെ നിൽക്കുന്നേ? പോയി ഫൈറ്റ് ചെയ്യേ. ആ, വേഗം ചെല്ല്. ഞാൻ ഉമ്മ പെണ്ണാണ്, അറിയില്ലേ? പക്ഷെ ഞങ്ങൾ നിന്നോട് പറയാൻ മറന്നതാണ്, നീ ഒരു കുങ്ഫു എക്സ്പെർട്ടും കൂടെയാണ്. അല്ല, ഇത് ശരിയാണല്ലോ. ഇതെന്താ നേരത്തെ എന്റെ അടുത്ത് പറയാത്ത? ആ, കൈവേട്. ഒരു ഉമ്മ പെണ്ണിന്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ. ഹലോ ശിവ, അലാം കേട്ടതും ഞാൻ ഇവിടെ എത്തി. എനിക്ക് നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ എല്ലാരും വളരെ ബുദ്ധിപൂർവമായാണ് ഇവരെ പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സർ, ഇതാണ് സാറിന്റെ ന്യൂക്ലിയർ സീക്രട്ട്. ഇവര് ഇതാണ് മോഷ്ടിക്കാനായിട്ട് ഇവിടെ വന്നത്. ശിവ,
താങ്ക് യു വെരി വെരി മച്ച്. നീ ചെയ്തതൊരു വലിയ കാര്യം തന്നെയാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഇവരിന്ന് ന്യൂക്ലിയർ സീക്രട്ട് മോഷ്ടിച്ച് കൊണ്ടുപോയിരുന്നേ. ഈ രാജ്യത്തിന് നിന്നെ പോലത്തെ കുട്ടികളോട് അഭിമാനമുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.